മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 288 എപ്പിസോഡിൽ ആംബ്രാഗ്രീസി എന്ന അധ്യായത്തിൻ്റെ 4-ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ മധ്യവയസ്സിലും ചെറുപ്പത്തിലും ഒക്കെ വൃദ്ധരുടേതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു ഔഷധമാണിത്. അതിൽ ഇതുവരെ പറയാത്ത ചില ആസ്പെക്ട്സ് കൂടി ഇതിൽ പറയുന്നുണ്ട്. കുട്ടികളെ ബാധിക്കുന്നൊരവസ്ഥ, കുട്ടികളിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊന്നുമല്ല, വളരെ ഊർജ്ജസ്വലരായ കുട്ടികളാണ്, ആക്റ്റീവാണ്, പക്ഷേ അതേസമയം അവർ വളരെ ക്ഷീണിതരും കൂടിയാണ്. ഒരു വാർദ്ധക്യത്തിൻ്റെ ഒരു സൂചനകൾ വരുന്ന അവസ്ഥയിൽ കുട്ടികളിലും ഇതെങ്ങനെ പ്രയോഗിക്കാം. അതുപോലെ ഇതിൽ ബ്ലീഡിങ് റെമഡിയാണെന്ന് പറഞ്ഞു. സവിശേഷമായ ബ്ലീഡിങ്, സ്ത്രീകളിലുണ്ടാകുന്ന വജീനൽ ബ്ലീഡിങ്, വളരെ ആശ്ചര്യകരമായ തരത്തിലുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന തരത്തിലുണ്ടാകുന്ന വജീനൽ ബ്ലീഡിങ്, അതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരം മുഴുവൻ ആ ഒരു ഹൃദയസ്പന്ദനങ്ങൾ അയാൾ അനുഭവിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആസ്മയുടെ പ്രശ്നങ്ങൾ, കഠിനമായ ആസ്മ, അങ്ങനെ ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും ഈ ഔഷധത്തിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു അവസാന സൂചന കൂടി ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവ്വം നമുക്ക് കേൾക്കാം. കോപ്പിയസ് ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ മെൻസ്ട്രൽ പീരിയഡ്സ്. ആർത്തവ കാലത്തുകളുടെ ഇടയിൽ, പൊതുവെ ശാന്തമായ കാലഘട്ടത്തിൽ പോലും വല്ലാതെ ഒരു രക്തവാർച്ച. കൊട്ടേഷനാണ്: ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ പീരിയഡ്സ് അറ്റ് എവറി ലിറ്റിൽ ആക്സിഡൻറ്റ്. ഒരു 2 ആർത്തവ കാലത്തിനിടയിൽ ഒരു ചെറിയൊരു അപകടം ഉണ്ടായി, ഒരു മുറിവുണ്ടായി, പരിക്കുണ്ടായി, അമിതമായ ഡിസ്പ്രപ്പോർഷനായിട്ടുള്ള രക്തവാർച്ച വരുന്നു. ഡിസ്ചാർജ് ഓഫ് ബ്ലഡ് ഫ്രം ദ വജൈന ഫ്രം പ്രസ്സിങ് ആൻഡ് ഹാർഡ് സ്റ്റൂൾ. മലശോധനയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കാര്യമായിട്ടൊന്ന് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ വജൈനയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും. വല്ലാതെ ഭയപ്പെടുത്തുന്നൊരവസ്ഥ. അത് എന്തെങ്കിലും മാരക രോഗമാണോ, ക്യാൻസറാണോ, ചിലപ്പോൾ പോയി പരിശോധിച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ നമ്മൾ ഔഷധങ്ങളിൽ അത്തരം ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ യോജിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ, കൃത്യമായ ഔഷധം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ രോഗിയെ സുഖപ്പെടുത്തും. ഈവൻ ഫ്രം എ വാക്ക് ദാറ്റ് ഈസ് ലിറ്റിൽ ടു ലോങ് ഓർ ഫ്രം ടു ഗ്രേറ്റ് എക്സേർഷൻ. അപ്പോൾ മലശോധനയ്ക്ക് വേണ്ടി ഒന്ന് സമ്മർദ്ദം ചെലുത്തി കുറച്ച് കൂടുതൽ നടന്നു, ഒരു ആയാസം ഉണ്ടായി, ഒരു കയറ്റം കയറി, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും വജൈനയിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകുന്നു. ഈ കൊട്ടേഷനാണ്: ഡ്യൂറിങ് മെൻസസ് ലെഫ്റ്റ് ലെഗ് ബിക്കംസ് ക്വൈറ്റ് ബ്ലൂ ഫ്രം ഡിസ്റ്റൻഡഡ് വെരീസസ് വിത്ത് പ്രൊസീവ് പെയിൻ ഇൻ ലെഗ്. അതൊരു പ്രോറോ പേഷ്യൻ്റോ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആർത്തവകാലത്ത് ഇടത് കാല് നീല നിറമായി വരുന്നു. അത് രക്തക്കുഴലിൽ അയവുള്ളതായിട്ട് നമ്മൾ നേരത്തെ ഒരു ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. രക്തക്കുഴൽ അയവുള്ളതാകുമ്പോൾ നീല നിറം വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നിട്ട് ആർത്തവകാലത്ത് ഇടത് കാലിൽ നീല നിറം വരുന്നു. വിത്ത് പ്രസീവ് പെയിൻ ഇൻ ലെഗ്, ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാകുന്ന ഒരു വേദന കാലിൽ. നടക്കുകയോ എഴുന്നേൽക്കുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്യാൻ നേരത്ത് ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാകുന്ന വേദന, പ്രസീവ് പെയിൻ. വീണ്ടും കൊട്ടേഷനാണ്: ലൈങ് ഡൗൺ അഗ്രവേറ്റ്സ് യുട്രൈൻ സിംറ്റംസ്. ഒരു അസാധാരണ ലക്ഷണം. ഒരു യുട്രൈൻ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കിടക്കുമ്പോൾ സാധാരണഗതിയിൽ അത് ശാന്തമാകും. നിൽക്കുക നടക്കുക ചെയ്യുമ്പോഴാണ് ഈ മറ്റ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതിന് വിരുദ്ധമായിട്ടുള്ളൊരു കോൺട്രക്റ്ററി ലക്ഷണം, കിടക്കാൻ നേരം പ്രശ്നങ്ങൾ വരുന്നു. അത് അപ്രതീക്ഷിതമാണ്. മെൻസസ് ടു ഏർലി ആൻഡ് ടു പ്രൊഫ്യൂസ്. വളരെ വേഗം ആർത്തവം വരുന്നു, അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു. കൊട്ടേഷനാണ് ഇനി: മെൻസസ് അപ്പിയർ 7 days ബിഫോർ ടൈം. 27-ാം തീയതി വരേണ്ടത് 20-ാം തീയതി വരുന്നു, ഒരാഴ്ച മുൻപേ വരുന്നു. ആൻഡ് ദെൻ കംസ് ദാറ്റ് ഹൊറിബിൾ ഇച്ചിങ് ഓഫ് ദി ജെനിറ്റൽസ്. അപ്പം ഈ നേരത്തെ ആർത്തവം വരുന്ന സമയത്ത് ഈ ജനനേന്ദ്രിയങ്ങളിൽ ഹൊറിബിൾ ഭയാനകമായ ചൊറിച്ചിൽ, സോർണസ് ആൻഡ് ഇച്ചിങ് വിത്ത് സ്വെല്ലിങ് ഓഫ് ലാബിയ. ലാബിയയിൽ നീർക്കെട്ട്, അവിടെ ഒരു നൊമ്പരം, ചൊറിച്ചിൽ, എല്ലാ പ്രശ്നങ്ങളും. അതും കൊട്ടേഷനാണ്. Another marked feature of this remedy that you might expect with all this nervous excitement and prostration is dyspnea with cardiac symptoms. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഈ രോഗിയുടെ ഒരു അകാല വാർദ്ധക്യാവസ്ഥയും വല്ലാതെ ഉത്തേജിതാവസ്ഥയും, പെട്ടെന്ന് ഉത്തേജിതമാകുന്നൊരവസ്ഥയും, ക്ഷീണവും തളർന്നു കിടക്കുന്നൊരവസ്ഥയും ഒക്കെ കാണുമ്പോൾ അയാൾക്ക് ശ്വാസം മുട്ടലും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചേക്കും. അത് ശരിയാണ് താനും.
ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഡിഫിക്കൽട്ട് ബ്രീത്തിങ് ഉണ്ട്, എ സോർട്ട് ഓഫ് ആസ്മ, ഒരു തരത്തിലുള്ള ആസ്മയും ഈ ആംബ്രാഗ്രീസിയ രോഗിക്കുണ്ട്. അത് വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ, അകാല വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ, നെർവസ് ആയിട്ടുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു, ഫിസിക്കലല്ല. അപ്പോൾ ആസ്മ നാഡീസംബന്ധമായ പ്രശ്നങ്ങളോട് ചേർന്ന് വരുന്നതാണ്. ഇറ്റ് കംസ് ഓൺ ഫ്രം എനി ലിറ്റിൽ എക്സേർഷൻ, നിസ്സാര ഒരു ആയാസം ഉണ്ടായാൽ മതി ആസ്മ വരും. ആസ്മ ഓൺ അറ്റംപ്റ്റിംഗ് കൊയിഷൻ, ഇതൊരു അസാധാരണ ലക്ഷണമായിട്ട് തോന്നാം, പക്ഷേ പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു പ്രായം കൂടിയ ഒരു ചേട്ടൻ, ഞങ്ങൾ ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരാൾ, ഇത്തിരി പുറകോട്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഞങ്ങൾ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അയാളുടെ ഫാമിലി, ഭാര്യയുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തോന്നുന്നു പറയുകയും മനുഷ്യൻ. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഇയാൾക്കൊരു കാർഡിയാക് പ്രശ്നം കൂടിയുള്ള ഒരാളാണ്. ഒരു സർജറി എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചുണ്ടൊക്കെ കരിവാളിച്ചിരിക്കും. ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ചുണ്ടൊക്കെ കരിവാളിച്ചിരിക്കുന്നത് ഹൃദയ പ്രശ്നങ്ങളുടെ ലക്ഷണമാണെന്ന്. നമുക്കറിയില്ല. ഇയാൾക്ക് ആസ്മയുണ്ട്, കൂടുതൽ സംസാരിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടും. അപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്നില്ല, ആസ്മ വരും. പിന്നീട് ഞാൻ ഈ ഹോമിയോപ്പതിയെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇയാളെ ചെന്ന് കണ്ട്, ഇയാൾക്കൊരു ചെറിയ കടയൊക്കെ ഇട്ടിരുന്ന ഞങ്ങളുടെ നാട്ടിലുണ്ട്, പോയി കണ്ട് ഞാൻ അദ്ദേഹത്തിനെ ട്രീറ്റ്മെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട്, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രേരിപ്പിച്ചു. സൗജന്യമായിട്ട് തന്നെ ചെയ്യാം. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണെങ്കിലും പരമാവധി ഞാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു. പിന്നീട് ഞാൻ ഒരിക്കൽ കേസ് എടുക്കുന്ന പോലെ സംസാരിക്കുകയും ചെയ്തു. ആംബ്രാഗ്രീസിയ ആണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റെന്തെങ്കിലും ഔഷധമായിരിക്കാം. അന്ന് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷേണായി പ്രാക്ടീസ് തുടങ്ങിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ആൾ പോയില്ല. പിന്നീട് ഞാൻ നാട്ടിൽ നിന്നൊക്കെ പുറത്തു പോയി ഇടയ്ക്ക് തിരിച്ചു വന്നപ്പോഴേ ഇയാൾ മരിച്ചതായിട്ട് അറിഞ്ഞു, കാർഡിയക് അറസ്റ്റ് വന്നിട്ട്. പക്ഷേ അന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെട്ടു പോയേനെ, അയാളുടെ കുടുംബജീവിതമൊക്കെ മെച്ചപ്പെട്ടു വന്നേനെ. കൊട്ടേഷനാണ്: ഇച്ചിങ്, സ്ക്രാപ്പിംഗ് ആൻഡ് സോർനസ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ. സ്വനപേടകത്തിലും ശ്വസനാപേടകത്തിലുമൊക്കെ ചൊറിച്ചിൽ, ചുരണ്ടിയെടുക്കുന്ന പോലെ, തൊലി ചുരണ്ടിക്കളയുന്ന പോലെയൊക്കെയുള്ള പ്രയാസം. ടിറ്റിലേഷൻ ഇൻ ത്രോട്ട്, ഇതും കൊട്ടേഷനാണ്. തൊണ്ടയിൽ ഇക്കിളി, ലാരിങ്സിലും ട്രക്കിയിലും ഒക്കെ, തൊണ്ടയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും ഇക്കിളി. എവരിവെയർ ദർ ഈസ് ഇച്ചിങ്, ശരീരത്തിൻ്റെ സകല സ്ഥലങ്ങളിലും ചൊറിച്ചിലുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. വളരെ ശക്തമായ ഇച്ചിങ് ഉള്ളൊരു ഔഷധമാണിത്. ആൻഡ് ദ ഇച്ചിങ് ഈസ് വെരി ഓഫൺ എ ഫോം ഓഫ് ക്രോളിങ്, എന്തോ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന പോലെ. ചൊറിച്ചിൽ, ഇക്കിളി എന്നത് ഉപരി ഒരു പുഴു ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന പോലെ, അങ്ങനത്തെ ഒരു തോന്നൽ. വീണ്ടും കൊട്ടേഷൻ: ആസ്മ ഓഫ് ഓൾഡ് പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ, വൃദ്ധരിലും വാർദ്ധക്യം ചെന്നവരിലും കുട്ടികളിലും ഉണ്ടാകുന്ന ആസ്മ. ഇൻ ഫീബിൾ, ട്രെമുലസ്, വീക്ക്ലി വൺസ്. ഇത് ഏതാണ്ട് നേച്ചർ, ഈ പ്രായം ചെന്നവരായാലും കുട്ടികളായാലും ശരി, ക്ഷീണിതരായവർ, ഇങ്ങനെ നടക്കാൻ നേരത്തൊക്കെ വിറക്കുന്നവർ, ആടി നടക്കുന്നവർ, ഒരു തളർച്ച ബാധിച്ച ആളുകൾ. വിസ്ലിംഗ് ഇൻ ചെസ്റ്റ് ഡ്യൂറിങ് ബ്രീത്തിങ്, ശ്വാസം കഴിക്കാൻ നേരത്ത് ഇങ്ങനെ ചൂളമടിക്കുന്ന പോലെ ശബ്ദം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർ പ്രശ്നം ഉണ്ടായിരുന്നു. കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിരിക്കുകയൊക്കെ ചെയ്ത് ചുമക്കും, ഈ ഒരു വിസ്ലിംഗ് സൗണ്ട് പുറത്ത് കേൾക്കാൻ പറ്റുമായിരുന്നു. സ്പാസ്മോഡിക് കോഫ്, ചുമ ഒന്നിങ്ങനെ നിർത്താതെ ഇങ്ങനെ ചുമ വരുന്നുകൊണ്ടിരിക്കും, അനിയന്ത്രിതമായ ചുമ. വയലന്റ് സ്പാസ്മോഡിക് കോഫ് വിത്ത് ഫ്രീക്വന്റ് ഇറക്ടേഷൻസ് ആൻഡ് ഹോഴ്സ്നെസ്. ഇറ്റാലിക്സാണ് ഇതൊക്കെ. വയലന്റ് ആയിട്ടുള്ള ചുമ, വല്ലാതെ വരുന്ന ചുമ, ഇടക്കിടക്ക് ഇങ്ങനെ ഏമ്പക്കം വരുന്നു, തികട്ടി വരുന്നു, തൊണ്ടയൊക്കെ ഇങ്ങനെ പരിപരുത്ത് വരുന്നു, കിരികിരിപ്പ് വരുന്നു. അത് ഇറ്റാലിക്സുമാണ്, കൊട്ടേഷനുമാണ്. എ ഗുഡ് ഡീൽ ഓഫ് ദിസ് കോഫ് ഈസ് ഓഫ് നെർവസ് ഒറിജിൻ, നാഡീ സംബന്ധമായ ഉത്ഭവമാണ് അതിനുള്ളത്. ശ്വാസകോശ സംബന്ധമായ മറ്റൊരു നാഡീ സംബന്ധമായ പ്രശ്നമാണ്. ഇറ്റ്സ് എ കോഫ് വിത്ത് എക്സൈറ്റ്മെന്റ്, ഉത്തേജനം ഉണ്ടാകുമ്പോൾ, വിത്ത് നെർവസ്നെസ്, വിത്ത് ട്രംബ്ലിങ്, വിറയ്ക്കലുണ്ട്, ഉത്തേജിതാവസ്ഥയുണ്ട്, ചുമ വരുന്നു. അപ്പോൾ ആംബ്രാഗ്രീസിയയുടെ ആ ഒരു നേച്ചർ തന്നെ നെർവസ് മേഖലയിലാണ്, നാഡീ മേഖലയിലാണ്. അതുകൊണ്ടുണ്ടാകുന്ന അകാല വാർദ്ധക്യമൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചുമയും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. വിച്ച് വുഡ് മേക്ക് വൺ ഓഫ് കൺസിഡറബിൾ എക്സ്പീരിയൻസ് വണ്ടർ ഇഫ് ദാറ്റ് പേഷ്യൻറ്റ് ഡിഡ് നോട്ട് ഹാവ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ട്രബിൾസ്. അപ്പോൾ നല്ലൊരു പരിചയമുള്ള അനുഭവസമ്പത്തുള്ള ഒരു ഫിസീഷ്യൻ ആണെങ്കിൽ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, ഇയാളുടെ ചുമയും ഉത്തേജിതാവസ്ഥയിലും ഉണ്ടാകുന്ന നാഡീസംബന്ധമായ ചുമയൊക്കെ കാണാൻ നേരത്ത് ഇയാൾക്ക് സുഷ്മനാനാഡിയുമായിട്ട് സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളില്ലേ എന്ന് ആ ഫിസിഷ്യൻ ന്യായമായും സംശയിക്കും, അയാളുടെ അനുഭവ സമ്പത്തുകൊണ്ട്. നെർവസ് കോഫ് സച്ച് ആസ് ഒക്കേഴ്സ് ഓഫൻ ഇൻ സ്പൈനൽ ഇറിറ്റേഷൻ, സുഷ്മനാനാഡിയുമായിട്ട് ബന്ധപ്പെട്ട
അസ്വസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകുന്ന ആ ഒരു ചുമ, ആ ചുമയാണ് ഈ അംബ്രാഗ്രീസിയിലുള്ളത്. ഫ്രം കൺസ്ട്രക്ഷൻ ഓഫ് ദ ലാരിങ്സ് ഫോളോഡ് ബൈ കോപ്പിയസ് ഫ്ലോ ഓഫ് വൈറ്റ് മ്യൂക്കസ്. സ്വനവേടകത്തിൽ ഇടുങ്ങിയൊരവസ്ഥ ഉണ്ടായിട്ട് ചുമയുണ്ടാകുന്നു. ചുമയ്ക്ക് പിന്നാലെ വെളുത്ത നിറത്തിലുള്ള കഫം ധാരാളമായി പോകുന്നു. ദിസ് എ പാരോക്സിസ്മൽ കോഫ് മച്ച് ലൈക്ക് വൂപ്പിംഗ് കോഫ്. നിലങ്കാര ചുമയൊക്കെ ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് വരുന്ന ശ്വാസം മുട്ടിച്ച് കളയുന്ന വല്ലാത്തൊരു തരം ചുമയാണിത്. ആസ്മാറ്റിക് ഡിസ്നിയ ഫ്രം എനി ലിറ്റിൽ എക്സേർഷൻ. ചെറിയൊരു ആയാസം ഉണ്ടായാൽ മതി ആസ്മാരികൾക്ക് ഉണ്ടാകുന്ന പോലെ ശ്വാസം മുട്ടൽ. ഫ്രം മ്യൂസിക്. സംഗീതം കേട്ടാൽ ആസ്മ വരുന്ന അവസ്ഥ. നേരത്തെ സംഗീതം കേട്ടാൽ ചുമ പല പ്രശ്നങ്ങൾ വരുന്ന നമ്മൾ കണ്ടു. സംഗീതം കൊണ്ട് ശ്വാസം മുട്ടലും ആസ്മയും വരുന്നു. ഫ്രം എക്സൈറ്റ്മെൻറ്റ്, ഉത്തേജിതാവസ്ഥ ഉണ്ട്. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം അംബ്രാഗ്രീസിയുടെ പ്രശ്നങ്ങളെല്ലാം നാഡീസംബന്ധിയാണ്. ഒരു ഉത്തേജിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ഒക്കെ ഈ ശ്വാസം മുട്ടൽ വരും. വിത്ത് കഞ്ചഷൻ ഓഫ് ബ്ലഡ് ടു ദ ഹെഡ്. ചുമയോടൊപ്പം തലയിലേക്ക് രക്തം വരച്ച് കയറുന്നു. ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ മാനസിക പിരിമുറുക്കവും ആസ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ഡോക്ടർ എന്നെ തേടി ഒരു പത്രാഫീസ് വന്നത്. അയാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഔഷധങ്ങളിലൊന്ന് ആംബ്രാഗ്രീസി ആയിരുന്നു. ഫ്രം തിങ്കിങ് ആൻഡ് ഫ്രം ആങ്സൈറ്റി. ചിന്തിക്കുന്നതുകൊണ്ട് ചുമ വരുന്നു. ആങ്സൈറ്റി, ഉത്കണ്ഠ കൊണ്ട് ചുമ വരുന്നു. ചിന്ത കൊണ്ട് ചുമ വരുന്നൊരവസ്ഥ. ഇറ്റ് ഈസ് നോട്ട് വെരി ലോങ് ആഫ്റ്റർ ദീസ് സിംറ്റംസ് ഷോസ് ദംസെൽഫ് ബിഫോർ ദിസ് പേഷ്യൻറ്റ് വിൽ അമീഷിയേറ്റ് ആൻഡ് വിതർ അണ്ടർ ദ സ്കിൻ ലുക്സ് ലൈക്ക് ഡ്രൈഡ് ബീഫ്. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഈ രോഗിയിൽ പുറത്തു വരുന്നതിന് മുൻപ് ഈ ആസ്മയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതേപോലുള്ള വാർദ്ധക്യം, അതേപോലുള്ള പ്രശ്നങ്ങൾ അയാൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഈ രോഗി ശോഷിക്കും. ശോഷിച്ചിട്ട് ആകെ അയാളുടെ തൊലി വരണ്ട മാംസം പോലെ, തുകൽ പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. വിത്ത് ഓൾ ഹീസ് എ ട്രെമുലസ് ആൻഡ് ഷെയ്ക്കി പേഷ്യൻറ്റ്. ഈ ഒരു അവസ്ഥയിൽ ഇയാൾ നടക്കുമ്പോൾ ആടി പോകുന്ന, എപ്പോഴും വിറച്ച് നടക്കുന്ന ഒരുതരം രോഗി. കണ്ടാൽ തന്നെ വല്ലാതെ അവശയാണെന്ന് പറയുന്നൊരവസ്ഥ. ഹി കംപ്ലൈൻസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടിയറിംഗ് പ്രഷർ ഡീപ്പ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്. നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഉള്ളിൽ ഒരു വല്ലാത്തൊരു മർദ്ദം, വലിച്ച് കീറുന്ന പോലെ മർദ്ദം കൊണ്ടിങ്ങനെ അവിടെ കീറിപ്പോകുന്ന പോലെയൊക്കെയുള്ളൊരു വേദന. അതേക്കുറിച്ച് അയാൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. സെൻസേഷൻ ഓഫ് റോണസ് ഇൻ ദ ചെസ്റ്റ് ആൻഡ് ഇച്ചിങ് ഇൻ ദ ചെസ്റ്റ്. നെഞ്ചിൽ ചൊറിച്ചിലുണ്ട്, ആകെ തൊലി പോയ പോലെ ഉള്ളൊരു അവസ്ഥ. ടിറ്റിലേഷൻ ആൻഡ് ഇച്ചിങ്, മൂവിങ് അബൌട്ട് ഹിയർ ആൻഡ് ദർ ഇഫ് ഹി ട്രൈസ് ടു ടച്ച് ദ പ്ലേസ് ആൻഡ് സ്ക്രാച്ച് ഇറ്റ്. അപ്പോൾ ഈ ചൊറിച്ചിലുള്ള പ്രദേശം അവിടെ ഇയാൾ സ്പർശിക്കാൻ, അവിടെ ചൊറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരു സ്ഥലത്ത് ചൊറിച്ചിലുണ്ടെന്ന് ചൊറിയും, വേറെ സ്ഥലത്ത് വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന തരത്തിൽ ആ ചൊറിച്ചിലുള്ള സ്ഥാനം. യു വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് ദിസ് പേഷ്യൻറ്റ് സഫേഴ്സ് ഫ്രം പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട് അപ്പോൺ സ്ലൈറ്റ് എക്സേർഷൻ. ചെറിയൊരു അധ്വാനം മതി ഹൃദയം വല്ലാതെ ഇടിക്കും എന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കാരണം അയാളുടെ അവസ്ഥ അങ്ങനെയാണ്. ഫ്രം എക്സൈറ്റ്മെൻറ്റ്, ഫ്രം മ്യൂസിക്. അവിടെയുമുണ്ട് സംഗീതം കൊണ്ട്, ഉത്തേജനം കൊണ്ടൊക്കെ ഇയാളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു ആസ്പെക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾ ആംബ്രാഗ്രീസി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇയാളുടെ കടയിൽ ഞാൻ മനഃപൂർവ്വം, അന്ന് റേഡിയോ മാത്രമുള്ള സമയമാണ്, ഒരു ഉച്ച സമയത്ത് ഞാൻ ചെന്നിട്ട്, അപ്പോൾ അടുത്തൊരു കടയിൽ, എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ റേഡിയോ ഉണ്ട്. ഉച്ചക്കന്ന് 1 മണി മുതൽ 1:30 വരെ ചലച്ചിത്ര ഗാനങ്ങൾ വരും. ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കുന്നുണ്ട്. ഈ റേഡിയോ കൊണ്ടെന്ന് വെച്ചുകൊണ്ട് പാട്ട് ട്യൂൺ ചെയ്തു. ആലപ്പുഴ തിരുവനന്തപുരം സ്റ്റേഷൻ. പാട്ട് കേട്ടുകൊണ്ടിരുന്ന് തന്നെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു കുറേ നേരം. ഇയാളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ആംബ്രാഗ്രീസിയ അല്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചു. ഫ്രം മ്യൂസിക്, ഫ്രം എനി എഫേർട്ട് ടു പുട്ട് ദ മൈൻഡ് ഓൺ എനിത്തിങ്. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, മനസ്സ് കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാലും ഇയാൾക്ക് പാൽപിറ്റേഷൻ ഉണ്ടാവും, നെഞ്ചിടിപ്പ് കൂടും. വിത്ത് ട്രംബ്ലിങ് ആൻഡ് ക്യൂറിങ്. ഈ നെഞ്ചിടിപ്പ് കൂടുന്നതോടൊപ്പം ആൾ വിറക്കുകയും ആടുകയൊക്കെ ചെയ്യുന്നു. ആ ഒരു സാഹചര്യങ്ങൾ അയാൾക്കുണ്ടായിരുന്നു. അല്ലാതെ അയാൾ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു വിധേഡ് മാൻ. പക്ഷെ ശരീരം ഇത്തിരി പുഷ്ടി ഉണ്ടായിരുന്നു. പക്ഷെ നടപ്പൊക്കെ ഒരു തരം ഒരു രോഗി നടക്കുന്ന പോലെ, ഒരു മദ്യപിച്ചാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആൻഡ് ദിസ് പാൽപിറ്റേഷൻ ഹി നോട്ടീസസ് ഈവൻ ടു ദ എക്സ്ട്രീമിറ്റീസ്. ഹി തോബ്സ് ഓൾ ഓവർ. ഈ നെഞ്ചിടിപ്പ് നെഞ്ചിലോ നമ്മളുടെ കൈത്തണ്ടയിലോ മാത്രമല്ല, ശരീരം മുഴുവൻ അയാളുടെ കൈകാലുകളുടെ അഗ്രങ്ങൾ വരെയൊക്കെ
ഈ ഇടിപ്പ്, ഈ നെഞ്ചിൻ്റെ ഇടിപ്പ്, ഹൃദയത്തിൻ്റെ ഇടിപ്പ് അനുഭവിക്കാൻ പറ്റും. ഹിസ് എക്സ്ട്രീമിറ്റീസ് പൾസേറ്റ് ഉണ്ടോ. ഹിസ് കോൺഷ്യസ് ഓഫ് ഹിസ് ആർട്ടറീസ് എവരിവെയർ. ശരീരത്തിലെമ്പാടുമുള്ള രക്തക്കുഴലുകളെക്കുറിച്ച് അയാൾ ബോധവാനാകും, ബോധവതിയാകും. നമുക്ക് രക്തക്കുഴൽ എല്ലായിടത്തും നമ്മളത് അറിയുന്നുണ്ടോ? ഹൃദയം ഇരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? പക്ഷെ ഇയാൾ രക്തക്കുഴലുകളെക്കുറിച്ച് ബോധവാനാകും. അപ്പോൾ പാൽപിറ്റേഷൻ കൂടി എല്ലായിടത്തും അത് ഫീൽ ചെയ്യുന്നു, അത് സെൻസിറ്റീവ് കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇയാളത് അതിൻ്റെ സാന്നിധ്യം അയാൾ അറിയുന്നത്. രക്തം ഒഴുകുന്ന അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ഇനി അതോടൊപ്പം തന്നെ പാൽപിറ്റേഷൻ ഓഫ് ഹിസ് ഹാർട്ട് കോസസ് ഒപ്രഷൻ ഓഫ് ബ്രീത്തിങ്. ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. നെഞ്ചിടിപ്പ് കൂടിയിട്ട് ശ്വാസം കിട്ടാതെ വല്ലാതെ അധ്വാനിക്കുമ്പോൾ, ഓടുകയോ മറ്റൊക്കെ ചെയ്യുമ്പോൾ, കുന്നുകയറുമ്പോൾ ചെയ്യുന്നൊരവസ്ഥ സാധാരണഗതിയിൽ തന്നെ അംബ്രാഗ്രീസിയ രോഗിയിൽ ഉണ്ടാകുന്നു. ദ ലിംസ് ഈസിലി ബിക്കംസ് നമ്പ്. കയ്യാലുകൾ പെട്ടെന്ന് മരവിച്ച പോലെയാകും. അപ്പോൺ ഇൻ ദ സ്ലൈറ്റ് മാനർ ദേ ഗോ ടു സ്ലീപ്പ്. ഒന്ന് കയ്യാലുകളൊന്ന് അമർത്തിയാൽ, പതുക്കെ ഒന്ന് അമർത്തിയാൽ മതി, അത് ഉറങ്ങിയ പോലെ തളർന്നു പോകും. ഗോ ടു സ്ലീപ്പ് ഓൺ ബീയിങ് ക്രോസ്ഡ്. ബീയിങ് ക്രോസ് എന്ന് വെച്ചാൽ ലഹരി പിടിച്ച പോലെ, ലഹരി പിടിച്ച് മയങ്ങുന്നത് പോലെ ഉറങ്ങിപ്പോകുന്നു. കോൾഡ്നെസ്, ട്രംബ്ലിംഗ് ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് ദ എക്സ്ട്രീമിറ്റീസ്. കയ്യാലുകളൊക്കെ തണുത്തിരിക്കുന്നു, വിറക്കുന്നു, മരവിച്ച് കട്ടിയായ പോലെ ഇരിക്കുന്നു. ദ ഫിംഗർ നെയിൽസ് ബിക്കം ബ്രിട്ടിൽ ആൻഡ് ആർ ഷ്രിവൽഡ്. വിരൽ നഖങ്ങൾ കീറി ിലൊക്കെ ആയിട്ട് മാറുന്നു, പൊട്ടിപ്പോകുന്ന പോലെ ആകുന്നു, അതിൽ പാടുകൾ വരുന്നു. ദ ആംസ് ഗോസ് ടു സ്ലീപ്പ് വെൻ ലൈങ് ഡൗൺ. കിടക്കുന്ന സമയത്ത് കൈകൾ ഇങ്ങനെ ഉറങ്ങിയ പോലെ തളർന്നു പോകുന്നു. കൊട്ടേഷനാണ്. സോർ ആൻഡ് റോ ബിറ്റ്വീൻ ദ തൈസ് ആൻഡ് ഇൻ ഹോൾ ഓഫ് നീസ്. തുടകളുടെ ഇടയിൽ, മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ പിന്നിൽ അവിടെയൊക്കെ നുലി പോയ പോലെയുള്ളൊരു നൊമ്പരം. ഹെവിനെസ് ഓഫ് ലോവർ ലിംസ്, പാരലിറ്റിക് വീക്ക്നെസ്. കാലുകളിൽ ഭാരം, തളർവാദം പിടിവിട്ട പോലെ ക്ഷീണം. ദ പേഷ്യൻ്റ് ഈസ് ഗ്രോയിങ് ഓൾഡ്, സെനിലിറ്റി ഈസ് കമ്മിങ് ഓൺ. ഉണ്ടോ, വാർദ്ധക്യാവസ്ഥ. രോഗി പ്രായാധിക്യം വരികയാണ്, അയാൾ വാർദ്ധക്യം അടുത്ത് വരികയാണെന്ന് തോന്നുന്നു. മധ്യവയസ്സിൽ 40-50 വയസ്സിൽ തന്നെ 70-80 വയസ്സ് ആകുന്ന പോലെ ഒരു തോന്നൽ, വാർദ്ധക്യം വരുന്നുവെന്ന് രോഗിക്ക് തോന്നുന്നു, കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നു. ദിസ് റെമഡി ഹാസ് ക്യൂർഡ് ദ പ്രിമച്വർ ട്രംബ്ലിംഗ് ദാറ്റ് കംസ് ഓൺ ഇൻ മിഡിൽ ഏജ്ഡ് പേഴ്സൺസ്. മധ്യവയസ്കരിൽ വരുന്ന വാർദ്ധക്യ സഹജമായ ആ വിറയിലും ആട്ടവും ഒക്കെ, പ്രിമച്വർ കാലത്തിന് മുമ്പേ വരുന്ന ആ വാർദ്ധക്യത്തിന് വിറയിലൊക്കെ ഈ അംബ്രാഗ്രീസിയ സുഖപ്പെടുത്തും. ഇറ്റ് ഹാസ് ക്യൂർഡ് ദ ഗോയിങ് ടു സ്ലീപ്പ്. ആ കയ്യോ കാലൊക്കെ പെട്ടെന്ന് ഉറങ്ങിയ പോലെ ആയി പോകുന്നു, തളർച്ചയല്ല, ഉറങ്ങിയ പോലെ ആയി പോകുന്നു. ആ ഒരവസ്ഥ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിരവധി ഔഷധങ്ങൾ ആ ഒരു അവസ്ഥയുണ്ട്. ഓരോ ഭാഗങ്ങൾ ഉറങ്ങിയ പോലെ ആകുന്നു. ആൻഡ് നംബ്നെസ് ആൻഡ് ഫീബിൾ സർക്കുലേഷൻ വിത്ത് ലോസ് ഓഫ് മസ്കുലർ പവർ. മരവിച്ച പോലെ ആകുന്നു, രക്തചംക്രമണം കുറയുന്നു, പേശികൾക്ക് ബലം കുറയുന്നു. ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ഇൻ ചിൽഡ്രൻ ഓർ എക്സൈറ്റബിൾ ആൻഡ് നെർവസ് ആൻഡ് വീക്ക്. അത് നോക്കുക, ശ്രദ്ധിക്കുക. കുട്ടികളിലും ഇത് ഉപയോഗപ്പെടും. എങ്ങനെയാണ്? പെട്ടെന്ന് ഉത്തേജിതരാകുന്നു, അവർ നാഡീസംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അവർ തളർച്ചയുണ്ട്. അവർ കോൺട്രഡിക്ഷൻ പോലെ തോന്നും, പെട്ടെന്ന് ഉത്തേജിതരാകുന്നേ ഉള്ളൂ. അത് അവരുടെ വിഗറിൻ്റെ കരുത്തിൻ്റെ ലക്ഷണമല്ല, ക്ഷീണിതാവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു തരം എക്സൈറ്റബിലിറ്റിയാണ്. പൊതുവെ കരുത്തർ ശാന്തരായിരിക്കും, ദുർബലരും രോഗികളുമാണ് പെട്ടെന്ന് ഉത്തേജിതരാകുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. കുട്ടികളുടെ കാര്യത്തിലും അത് തന്നെ. അതാണ് ഈ ഹു ആർ എക്സൈറ്റബിൾ ആൻഡ് നെർവസ് ആൻഡ് വീക്ക് എന്ന് പറയുന്നത്. ഇൻ ലീൻ പേഴ്സൺസ്, ശോഷിച്ച ആളുകൾ, കൊട്ടേഷനാണ്, പൊതുവെ ശോഷിച്ച മനുഷ്യർ. ഓൾഡ് പേഴ്സൺസ് ആൻഡ് ചിൽഡ്രൻ, പ്രായമായവരും കുട്ടികളും ഇതിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അംബ്രാഗ്രീസിയ മധ്യവയസ്കരിൽ മാത്രമല്ല, കുട്ടികളിലും സ്ത്രീകളിലും എല്ലാവർക്കും ഉപകരിക്കുന്നൊരു ഔഷധമാണ്. വളരെ അമൂല്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി, അത് വേണ്ട രീതിയിൽ തന്നെ പഠിച്ച്, ഇനി ഇതിനെക്കുറിച്ചുള്ള കിട്ടുന്ന ലിറ്ററേച്ചറൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ നേരത്തെ ഒരു സാദൃശ്യം കണ്ടു, നാട്രമ്യൂറേറ്റിക്കം. നാട്രമ്യൂറേറ്റിക്കത്തിൻ്റെ അവസ്ഥ നമ്മൾ കമ്പാരിസൺ കണ്ടാണ്. നമുക്ക് അടുത്തതായിട്ട് നാട്രമ്യൂറേറ്റിക്കം എന്നുള്ള അധ്യായം നമുക്ക് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.